നമ്മൾ സാധാരണ ഗൂഗിൾ ക്രോം പോയിട്ട് ഓരോന്ന് സെർച്ച് ചെയ്യും. നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അത് നമ്മൾ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു പേജ് ഞാൻ ഓപ്പൺ ചെയ്ത് ഇതിൽ കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ കുറച്ച് ഭാഗം എനിക്ക് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് വെക്കണം. ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യുക? സാധാരണഗതിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്യും, എന്നിട്ട് ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യും. എന്നാൽ കോപ്പി ചെയ്യുന്നതിന് പകരം ഒരു അടിപൊളി ഫീച്ചർ. എന്താ ഫീച്ചർ? ആ ഫീച്ചർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ ബാക്ക് വന്നിട്ട് ഗൂഗിൾ ക്രോമിന്റെ ഹോം പേജ് എടുക്കുക. ഹോം പേജിൽ ഇവിടെ ഈ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിച്ചു തരുന്നവരെ ഒന്ന് ടൈപ്പ് ചെയ്യുക. ക്രോം, CHROME, ക്രോം എന്ന് എഴുതിയിട്ട് ഒരു സ്കോളൻ ഇടുക. സ്കോളൻ എന്ന് പറഞ്ഞാൽ താഴെ മേലെയുള്ള ഓരോ കുത്തില്ലേ, ആ കുത്ത്. എന്നിട്ട് 2 ചരിഞ്ഞ വര, സ്ലാഷ് എന്ന് പറയും, ബാക്ക് സ്ലാഷ്, 2 ചരിഞ്ഞ വര. അതിനുശേഷം ഫ്ലാഗ്സ് എന്ന് എഴുതുക. ക്രോം സ്കോളൻ / ഫ്ലാഗ്സ് ഇങ്ങനെ എഴുതിയിട്ട് ഗൂഗിളിന്റെ ഫ്ലാഗ്സ് പേജിൽ വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ചെറിയൊരു സെർച്ച് ബോക്സ് ആണ്, അതെടുത്തിട്ട് വെബ് നോട്ട്സ് എന്ന് എഴുതുക. വെബ് നോട്ട്സ് സ്റ്റൈലിഷ് എന്ന് ഇവിടെ വരും. വെബ് നോട്ട്സ് നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോഴേക്കന്നെ വെബ് നോട്ട്സ് സ്റ്റൈലിഷ് ഒരു ഓപ്ഷൻ ഇവിടെ വരും. അതിൻ്റെ കൂടെ ഡീഫാൾട്ട് എന്നുണ്ടാവും. ആ ഡീഫാൾട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു 3ാമത്തെ ഓപ്ഷൻ കാണാം, എനേബിൾഡ് വിത്ത് റാൻഡമൈസ്ഡ് ഓർഡർ. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ റീലോഞ്ച് കൊടുക്കുക. റീലോഞ്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ക്രോം ഒന്ന് ഓഫായിട്ട് ഓൺ ആവും. അതിനുശേഷം നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമുക്ക് ഏത് പേജാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ പേജ് ഓപ്പൺ ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നു. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് ഷെയർ കൊടുക്കുക. ഇവിടെ മേലെ ഓപ്ഷൻ വരും, അതിൽ ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ വന്ന് ക്രിയേറ്റ് കാർഡ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നോക്കിയോ, നമ്മൾ സെലക്ട് ചെയ്ത ആ ടെക്സ്റ്റ് പല സൈസിലുള്ള കാർഡുകളായിട്ട് രൂപാന്തരം പ്രാപിച്ചു. അടിപൊളി കാർഡുകൾ. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് വാട്സപ്പിലല്ലേ ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കേണ്ടത്, ആ വാട്സപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് കോണ്ടാക്റ്റിലേക്കാണോ ആ കോണ്ടാക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് കൊടുക്കുക. ഇങ്ങനെ സെൻഡ് കൊടുക്കുന്ന നേരം ഇവിടെ കുറേ എഴുത്ത് കാണും കേട്ടോ, അതും പറഞ്ഞുതരാം. ഇങ്ങനെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ സെൻഡ് ആവും, ഒരു കാർഡ് രൂപത്തിൽ സെൻഡ് ആവും. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ലിങ്കും ഉണ്ടാവും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പേജിലേക്ക് ഡയറക്റ്റ് പോവുകയും ചെയ്യാം. നമ്മൾ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുത്താണെങ്കിൽ ആ മുഴുവൻ പേജിലേക്ക് ഇത് പോവുകയും ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ലിങ്ക് വേണ്ട, ഈ കാർഡ് മാത്രം പോയാൽ മതി എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ? നമുക്ക് ആ പേജിലേക്ക് തന്നെ തിരിച്ചൊന്നുകൂടി പോവാം. അത് കാണിച്ചു തരുന്നേ. ഈ പേജിൽ നേരത്തെ അതേ വാക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഷെയർ കൊടുക്കുന്നു, ക്രിയേറ്റ് കാർഡ് കൊടുക്കുന്നു, ഇഷ്ടമുള്ളതൊന്ന് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു, വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക? ഇതിൽ നമുക്ക് ഈ ലിങ്ക് ടെസ്റ്റുകളില്ലേ അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരുത്തേക്ക് കുത്തിയാൽ ഒരു നീല ഇത് വരികയല്ലേ നമ്മളെ കർസർ, അതിലൊന്നുകൂടി കുത്തിയാൽ സെലക്ട് ഓൾ വരും. എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക. എന്നിട്ട് ഇത് സെൻഡ് ചെയ്താൽ ആ കാർഡ് മാത്രം പോകും. അടിപൊളി പരിപാടിയല്ലേ? നമുക്ക് ബ്രൗസറിലുള്ള ഗൂഗിൾ ക്രോമിലുള്ള ഏതൊരു ടെക്സ്റ്റും ഒരു കാർഡാക്കിയിട്ട് പെട്ടെന്നൊരു കാർഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റാറ്റസ് വെക്കാനോ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫീച്ചറാണ്. ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുത്തേക്ക്, പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.